ഹായ്, ഇന്ന് നമുക്കൊരു ബക്കറ്റിൻ്റെ മൂടി കിട്ടിയിട്ടുണ്ട്. ഒരു പഴയ പൊട്ടിയ ബക്കറ്റിൻ്റെ മൂടിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമ്മുടെ പഴയ പൊട്ടിയ ബക്കറ്റിൻ്റെ മൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചുറ്റളവൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റളവ് എടുത്തു. അപ്പോൾ ഈ ചുറ്റളവിനെ നമുക്കിനി 12 കൊണ്ട് ഹരിക്കണം. ആ 12 കൊണ്ട് ഹരിച്ചതിന് ശേഷം നമ്മൾ ഇതിലൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. അപ്പോൾ 8 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഓരോ 8 സെൻറ്റിമീറ്ററിലും നമ്മൾ ഓരോ അടയാളം വെക്കുന്നുണ്ട്. അപ്പോൾ അത് 12 അടയാളങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലൊരു 3 അടയാളം കൂടി വെക്കണം. അതായത് ഒരേ ഗ്യാപ്പ് അളവിൽ നമ്മൾ 3 അടയാളം കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ 3 ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ നമ്മുടെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഹോൾ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് കമ്പിയോ അല്ലെങ്കിൽ പപ്പടക്കോലൊക്കെ ചൂടാക്കിയിട്ടും നമുക്ക് ഇതേപോലെ ഹോൾ തയ്യാറാക്കാം. ഇത് നമ്മൾ വളരെ ചെറിയ നൈസ് ബിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 12 ഹോൾ തയ്യാറാക്കുന്നുണ്ട്. 12 ഹോൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടി വണ്ണം കൂടിയ ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് അടുത്ത 3 ഹോളുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഹോളുകളൊക്കെ തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് മാറ്റ് കളറ് സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂടിയുടെ കളറൊക്കെ നമ്മൾ മാറ്റിയെടുത്തു. ഇനി നമുക്ക് പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇനി നമ്മളിതാ ഇതേപോലെ ഓടമുളയുടെ ഇതേപോലെ നൈസ്, അതായത് വണ്ണം കുറഞ്ഞ പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളയിൽ നിന്നും ഇതേപോലെയുള്ള 3 ഇഞ്ച് നീളം വരുന്ന പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഓടമുളയുടെ ഈ മുട്ട് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് നിന്നാണ് നമ്മൾ ഇതേപോലെയുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ വണ്ണം കുറഞ്ഞ നമ്മുടെ മുളയിൽ നിന്ന് നമ്മൾ ഇതേപോലെ 36 3 ഇഞ്ച് വരുന്ന പീസുകളും കട്ട് ചെയ്തെടുത്തു. പിന്നെ 10 ഇഞ്ച് നീളത്തിൽ ഒരു 3 പീസും കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഹോള് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതേപോലെ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഇനി ഇതാ 1.25 ഇഞ്ച് വണ്ണം വരുന്ന ഒരു മുളയുടെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളിതാ 1.5 ഇഞ്ച് നീളത്തിൽ നമ്മൾ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 12 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ 12 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് ഇനി നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉൾഭാഗം അതേപോലെ സൈഡ് ഭാഗം ഒന്ന് ഇതേപോലെ കത്തി കൊണ്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുളയുടെ പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മൾ 1.5 ഇഞ്ച് വണ്ണുള്ള നമ്മുടെ പീസ് കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ മുളയുടെ പീസിൻ്റെ സൈഡിൽ ഇതേപോലെ ഓരോ ഹോള് തയ്യാറാക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ, അതായത് ചെറിയ നൈസ് ബിറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഈ ഹോളുകൾ തയ്യാറാക്കുന്നത്. ഇനി ഇതാ നമ്മൾ കുറച്ച് മാലമുത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് ചൂണ്ടക്കയറാണ്. അപ്പോൾ ഈ ചൂണ്ടക്കയറിൽ നമ്മൾ ഒരു മുത്ത് കോർത്തതിന് ശേഷം അതിൻ്റെ കീഭാഗത്ത് നമ്മൾ കെട്ടിട്ടിട്ട് ആ മുത്ത് അവിടെ നിർത്തുന്നുണ്ട്.
അപ്പോൾ അതാ ഇതേപോലെ മുത്ത് കോർത്ത് അതിൻ്റെ കീഭാഗത്ത് ഇട്ട് നമ്മളത് നിർത്തി അതിനുശേഷം നമ്മൾ ഒരു 1/2 മീറ്ററിൽ നമ്മുടെ ചൂണ്ടക്കയർ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മുടെ 1.5 ഇഞ്ച് വണ്ണം വരുന്ന നമ്മുടെ ഓടയുടെ പീസ് നമ്മൾ അതിൻ്റെ ഉൾഭാഗത്ത് നിന്നും പുറംഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മളൊരു 3 മുത്തുകൾ ഇതിലേക്ക് ചൂണ്ടക്കയറിലേക്ക് കോർത്തെടുക്കുന്നുണ്ട്. ആ 3 മുത്ത് കോർത്തതിന് ശേഷം നമ്മൾ വണ്ണം കുറഞ്ഞ നമ്മുടെ 3 ഇഞ്ച് നീളത്തിലുള്ള നമ്മുടെ ഓടയുടെ പീസ് മുളയുടെ പീസ് നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു 3-4 മുത്ത് ഇതിൽ കോർത്തെടുക്കുന്നുണ്ട്. വീണ്ടും അതിനുശേഷം നമ്മൾ വണ്ണം കുറഞ്ഞ നമ്മുടെ മുളയുടെ പീസ് നമ്മൾ കോർത്തെടുക്കുന്നു. വീണ്ടും അതേപോലെ തന്നെ നമ്മൾ മുത്തുകൾ കോർത്തെടുക്കുന്നു. വീണ്ടും ആ ഓടയുടെ പീസ് കോർത്തെടുക്കുന്നു. അപ്പോൾ ഇതേപോലെ 3 വണ്ണം കുറഞ്ഞ ഓടയുടെ പീസുകൾ നമ്മൾ ഒരു മാലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ 12 മാലകൾ നമ്മൾ ഇതേപോലെ കോർത്തെടുത്ത് റെഡിയാക്കി. ഇനി ഇത് 2 മീറ്റർ നീളത്തിൽ നമ്മൾ ഇതേപോലെ 3 പീസ് കയറെടുക്കുന്നുണ്ട്. ഇത് കോട്ടൺ കയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് കയർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ കയറ് നമ്മൾ അതായത് നമ്മൾ 10 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത 3 ഓടയുടെ പീസ് ഉണ്ടല്ലോ, വണ്ണം കുറഞ്ഞ ഓടയുടെ പീസ്, അതിനുള്ളിലൂടെ അതിൻ്റെ ഹോളിലൂടെ നമ്മൾ ഈ കയറ് കോർത്തെടുക്കുന്നുണ്ട്. ഒരു നൈസ് കെട്ട് കമ്പി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ കയറ് കുളത്തിയ ശേഷം ആണ് നമ്മൾ ഈ മുളയുടെ ഹോളിലൂടെ കയറ് കോർത്തെടുക്കുന്നത്. ഇതേപോലെ മുളയുടെ ഉള്ളിലൂടെ കയറ് കോർത്തെടുത്ത ശേഷം നമ്മുടെ കയറിൻ്റെ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് ബാക്കി ഭാഗം, അതായത് കയറിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് മെടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ 3 കയറും നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് ഈ കയറിൻ്റെ മെടയാത്ത ഭാഗം നമുക്ക് മൂടിയുടെ മുകൾ ഭാഗത്ത് നിന്നും തായ്ഭാഗത്തേക്ക് കോർത്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ തായ്ഭാഗത്ത് മൂടിയോട് ചേർത്ത് നമുക്ക് കെട്ടി നിർത്താം. അപ്പോൾ അത് നമ്മുടെ ബക്കറ്റിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള 3 കയറും നമ്മൾ കെട്ടിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കോർത്ത് വെച്ച നമ്മുടെ മുത്തും ഓടയും എല്ലാമായിട്ട് നമ്മൾ കോർത്ത് വെച്ച നമ്മുടെ മാലകൾ നമുക്ക് ഈ 12 ഹോളിലായിട്ട് നമുക്ക് ഓരോന്നും ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് കോർത്ത് മുകൾ ഭാഗത്ത് ഒരു മുത്തും കോർത്തതിന് ശേഷം നമ്മൾ അത് കെട്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാ മാലകളും നമ്മൾ ബക്കറ്റിൻ്റെ മൂടിയിൽ കെട്ടിയെടുത്തു. ഇനി നമുക്ക് ഈ കയറ് കൂടുതലുള്ള ചൂണ്ടക്കയറിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ അത് നമ്മൾ കയറുകളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മൂടിയുടെ നടുഭാഗത്ത് ഒരു ഹോള് തയ്യാറാക്കണം. അത് നമ്മൾ പപ്പടക്കോല് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഹോള് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ആ ഹോള് തയ്യാറാക്കിയ ശേഷം ഒരു ബ്ലാക്ക് നൈസ് വയർ എടുത്ത ശേഷം അതിലൊരു വൾ ബോർഡർ ഫിറ്റ് ചെയ്ത് നമ്മൾ ആ ഹോളിലൂടെ എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ വയർ അതായത് മുകൾ ഭാഗത്തേക്ക് വരുന്ന ഓടയുടെ പീസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കയറിനെ ആ ഓടയുടെ ഉള്ളിലൂടെ വയർ കോർത്തെടുത്ത് നമ്മൾ മുകൾ ഭാഗത്തേക്ക് നമ്മുടെ വയർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റിന് വേണ്ടിയിട്ടാണത്. അതിനുശേഷം നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ആ പോട്ട് നമ്മൾ നമ്മുടെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പോട്ടിൽ നമ്മൾ ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അടിഭാഗത്തേക്ക് നമ്മൾ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അതായത് ഈ മുളയുടെ പീസുകളൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീക്കാണ് ഉപയോഗിക്കുന്നത്. ആ സ്ലീക്ക് നമുക്ക് ഈ ഓടയുടെ പീസിലൊക്കെ നമുക്ക് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അത് നമ്മുടെ ബക്കറ്റ് മൂടിക്കൊണ്ടുള്ള ക്രാഫ്റ്റ്. അപ്പോൾ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.